മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ, സമൃദ്ധമായ ദൈവാനുഗ്രഹം ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ പക്കലേക്ക് എഴുന്നള്ളി വരട്ടെ, കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി വർഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ജോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:28-32. ക്രിസ്തുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണല്ലോ ജോവേൽ. അദ്ദേഹത്തിലൂടെ ഇപ്രകാരം ദൈവം അരുളി ചെയ്തു: അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും. എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. സ്വപ്നത്തിലൂടെ ദൈവം സംസാരിക്കും അത്രേ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. ഈ വിഷയത്തെക്കുറിച്ച് ഏതാനും വൈദികർ ഇരിക്കുന്ന ഒരു സമൂഹത്തിൽ ഞങ്ങൾ പങ്കുവയ്ക്കൽ നടത്തുകയായിരുന്നു. അന്ത്യനാളുകൾ ഏതായിരിക്കാം? ഇത് തന്നെയാണ് അന്ത്യനാളുകളിൽ നിന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പലർക്കും അത് പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം ആ സമൂഹത്തിൽ ഇങ്ങനെ പങ്കുവച്ചു: യേശു ക്രിസ്തു തൻ്റെ രക്ഷാകര ദൗത്യം 30 വർഷത്തെ രഹസ്യജീവിതം, 3 വർഷത്തെ പരസ്യജീവിതം, അതിൻ്റെ എല്ലാം പരിസമാപ്തിയായി പിതാവ് നിശ്ചയിച്ച പ്രകാരം ദാരുണമായ പീഡ സഹിച്ച് മനുഷ്യവർഗം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി അവസാന തുള്ളി രക്തം വരെ ചിന്തി കുരിശിൽ പീഡ സഹിച്ചു മരിച്ചു. മുൻകൂട്ടി പറഞ്ഞ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. 40 ദിവസത്തോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, സന്ദേശങ്ങൾ നൽകി. എന്നാൽ 40 ദിവസം കഴിയുമ്പോൾ സ്വർഗാരോഹണത്തിൻ്റെ സമയം വന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളിവിടെ തന്നെ ഇരിക്കുവിൻ, ജെറൂസലം വിട്ടുപോകരുത്. ജെറൂസലത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ പ്രവാചകന്മാരെയും കൊന്ന സ്ഥലമാണ്. യേശു എന്ന ദൈവപുത്രനെ കുരിശിൽ തൂക്കിക്കൊന്ന സ്ഥലമാണ്. നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി. നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. ഇത് വചനം കേൾക്കുന്ന എല്ലാവർക്കുമുള്ളൊരു സന്ദേശമാണെന്ന് ഓർത്തുകൊള്ളണം. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ക്രൈസ്തവ ജീവിതത്തിന്, സാക്ഷ്യ ജീവിതത്തിന്, പ്രേക്ഷിത ശക്തി അനുഭവം ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ആവശ്യമാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, യോഹന്നാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം നൽകി. നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളാകും. ശിഷ്യന്മാരോട് ഈ സന്ദേശം കൊടുത്ത ശേഷം അവരെല്ലാം കാണുകെ യേശു സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവം തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ 10-ാം നാൾ ഈ 10 ദിവസവും ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേക നിറവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിച്ച് യേശു പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. പെന്തക്കോസ്താ ദിവസം സമാഗതമായപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലൊരു ശബ്ദമുണ്ടായി എന്ന് അപ്പസ്തോല പ്രവർത്തനം 2:1-4 കൊടുക്കുന്നു. അപ്പസ്തോലന്മാരുടെ മേൽ, ശിഷ്യന്മാരുടെ മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു.
അവരെല്ലാം പുതിയ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഒരു അത്ഭുത പ്രപഞ്ചം തന്നെ അവിടെ ഉണ്ടായി. കൊടുങ്കാറ്റടിച്ച സ്ഥലത്തേക്ക് ജെറുസലേമിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ജനം അങ്ങോട്ട് ഓടിക്കൂടി. അപ്പോസ്തലന്മാർക്കുണ്ടായ അനുഭവം അവർ കണ്ടു. പത്രോസ് ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ സ്വീകരിച്ച് വചനപ്രഘോഷണം നടത്തി. അപ്പോസ്തല പ്രവർത്തനം 2:1-42 വരെ വായിച്ചു നോക്കുക. പത്രോസിൻ്റെ പ്രസംഗം അനേകായിരങ്ങളിൽ അനുതാപം ജനിപ്പിച്ചു. 3000-ഓളം പേര് യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് ക്രിസ്തു സഭയുടെ ഉദ്ഘാടന ദിവസങ്ങളായിരുന്നു അത്. ഇത് കഴിഞ്ഞ് വളരെ ശക്തമായ സുവിശേഷ മുന്നേറ്റമുണ്ടായി. വിശ്വാസികളുടെ എണ്ണം 5000-ആയി വർദ്ധിച്ചു. വിവിധ ദേശങ്ങളിലേക്ക് വിശ്വാസികൾ ചിതറി പോയി. അവിടെയെല്ലാം യേശുവിനെ സാക്ഷ്യപ്പെടുത്തി വചനപ്രഘോഷണം ആരംഭിച്ചു. അങ്ങനെ ക്രിസ്തു സഭ ഒരു വലിയ പ്രേക്ഷിത ശക്തിയായി തീർന്നു. ജോവേൽ പ്രവചനം പറഞ്ഞിരിക്കുന്ന അന്ത്യനാളുകളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഏതാനും വൈദികരുടെ ഗ്രൂപ്പിൽ ഇത് പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ പറഞ്ഞു, ഇതുവരെ എനിക്ക് പിടികിട്ടാതിരുന്ന കാര്യം ഇപ്പം പിടികിട്ടി. അന്ത്യനാളുകൾ, യേശു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ പക്കലേക്ക് പോയി മധ്യസ്ഥം വഹിച്ച് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന ഈ കാലഘട്ടമാണ്. നമ്മളും ക്രിസ്തുവിനോട് ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ദിവ്യകാരുണ്യ ആരാധനയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, വിശുദ്ധ കുർബാനയിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, ചെറിയ ഗ്രൂപ്പുകളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടത്തി, വചനം പങ്കുവെച്ച് സുവിശേഷ മുന്നേറ്റത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം. അതിനുള്ള സമൃദ്ധമായ വൻ കൃപ അഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരും ശക്തമായ വചനം പങ്കുവെക്കുന്ന പ്രേക്ഷിത മുന്നേറ്റത്തിൽ പങ്കാളികളാകുന്നവർ ആയി തീരട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് നേതൃത്വം നൽകട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിച്ചുകൊണ്ട് യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് സമസ്ത ലോകവും തിരിച്ചറിയാൻ അമ്മയെ മധ്യസ്ഥം വഹിച്ച് എല്ലാ വിശ്വാസികളെയും പ്രേക്ഷിതരെയും ശക്തിപ്പെടുത്തണമേ. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന യേശുവിൻ്റെ അന്ത്യകൽപ്പന വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവർ കുറ്റക്കാരായി വിധിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കും, രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും, പുതിയ ഭാഷകളിൽ സംസാരിക്കും. മർക്കോസ് 16:15-20 വരെ വചനങ്ങൾ ഈ കാലയളവിൽ എല്ലാ വിശ്വാസികളിലും എല്ലാ ശുശ്രൂഷകരിലും യാഥാർത്ഥ്യവൽക്കരിക്കട്ടെ, പൂർത്തിയാകട്ടെ. അമ്മേ മധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്.